നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. കുന്നംകുളം നഗരസഭയ്ക്ക് മൊബൈൽ ദ്രവമാലിന്യ സംസ്കരണ യൂണിറ്റ് വാങ്ങുന്നത് സംബന്ധിച്ച അജണ്ടയിൽ കൗൺസിൽ യോഗം ബഹളത്തിൽ മുങ്ങി. കോൺഗ്രസ് അംഗങ്ങളുടെ ആവശ്യത്തെ തുടർന്ന് പകുതി തുക മുൻകൂറായി നൽകുന്നത് സംബന്ധിച്ച അജണ്ട വോട്ടിനിട്ട് അംഗീകരിച്ചു. തിരുവനന്തപുരം ആസ്ഥാനമായുള്ള സ്വകാര്യ കമ്പനിയിൽ നിന്ന് മൊബൈൽ FSTP യൂണിറ്റ് വാങ്ങുന്നതിന് GST നികുതി ഉൾപ്പെടെ 44,71,610 രൂപയുടെ പകുതി മുൻകൂറായി അനുവദിക്കുന്നതിനുള്ള അജണ്ടയാണ് ശനിയാഴ്ച ചേർന്ന പ്രത്യേക കൗൺസിൽ യോഗത്തിൽ പരിഗണിച്ചത്. പ്രസ്തുത കമ്പനിയുടെ യന്ത്രം വാങ്ങിയിട്ടുള്ള ചാലക്കുടി, കൊടുങ്ങല്ലൂർ നഗരസഭകളിൽ ഇവ തകരാറിലായതായി BJPയിലെ KK മുരളി പറഞ്ഞു. നഗരസഭയിൽ നിന്ന് മുൻപ് നേരിട്ട് സന്ദർശിച്ചത് പൊള്ളാച്ചിയിലുള്ള മറ്റൊരു കമ്പനിയാണെന്നും പുതിയ കമ്പനിയുടെ യന്ത്രത്തെപ്പറ്റി വ്യക്തമായ ധാരണയില്ലാതെ മുൻകൂറായി പണം അനുവദിക്കരുതെന്ന് കോൺഗ്രസ് അംഗങ്ങളും പറഞ്ഞു. എന്നാൽ ഭരണപക്ഷ അംഗങ്ങൾ ആരോപണങ്ങളെ തള്ളി. തുടർന്നാണ് കോൺഗ്രസിന്റെ ആവശ്യപ്രകാരം വോട്ടിനിട്ട അജണ്ട ഭൂരിപക്ഷത്തോടെ അംഗീകരിച്ചത്. കുന്നംകുളം നഗരസഭാ ബസ് സ്റ്റാൻഡിന് റീജിയണൽ ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ അനുമതി നൽകുന്നതിനായുള്ള അജണ്ട കഴിഞ്ഞ ദിവസം നടന്ന RTA യോഗത്തിൽ പരിഗണിച്ചിട്ടില്ലെന്ന് ലബീബ് ഹസൻ ചൂണ്ടിക്കാട്ടി. റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിൽ നിന്ന് നൽകേണ്ട റിപ്പോർട്ടും കളക്ടർക്ക് സമർപ്പിച്ചിട്ടില്ലെന്ന് ലബീബ് ഹസൻ പറഞ്ഞു. പുതിയ ബസ് സ്റ്റാൻഡ് വന്നതോടെ നഗരത്തിലെ വ്യാപാരം ആ മേഖലയിലേക്ക് കേന്ദ്രീകരിച്ചതായി കാണിച്ച് വ്യാപാരി സംഘടന നൽകിയ കേസ് നിലനിൽക്കുന്നതിനാലാണ് കാലതാമസം നേരിടുന്നതെന്നും ചേംബർ ഓഫ് കൊമേഴ്സുമായി ചർച്ച ചെയ്ത് വിഷയം ഉടൻ പരിഹരിക്കുമെന്നും നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ പറഞ്ഞു. പുതിയ ബസ് സ്റ്റാൻഡിലെ മേൽക്കൂരകളുടെ അറ്റകുറ്റപ്പണി ഉടൻ ആരംഭിക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു. കൗൺസിൽ യോഗത്തിന് നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷയായി. വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ PM സുരേഷ്, T സോമശേഖരൻ, AS സുജീഷ്, കൗൺസിലർമാരായ ഷാജി അലിക്കൽ, ബിജു സി ബേബി, ബീന രവി, ബിനു പ്രസാദ് തുടങ്ങിയവർ ചർച്ചകളിൽ പങ്കെടുത്തു. കടങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ വാർഡ് 15 ഉൾപ്പെടുന്ന പുതിയ മാത്തൂർ പാടശേഖരത്തിലേക്കുള്ള നീർച്ചാൽ സ്വകാര്യ വ്യക്തി മണ്ണിട്ട് നികത്തുന്നതിനെതിരെ പ്രതിഷേധം. LDF പഞ്ചായത്ത് സമിതി ഇതിനെ കൂട്ടുനിൽക്കുകയാണെന്നാരോപിച്ച് കോൺഗ്രസ് രംഗത്തെത്തി. പുതിയ മാത്തൂർ പാടശേഖര കമ്മിറ്റിയിൽ ഉൾപ്പെടുന്ന സ്ഥലത്തെ നീർച്ചാൽ സ്വകാര്യ വ്യക്തിയുടെ നിലത്തിനോട് ചേർന്നാണ് കിടക്കുന്നത്. മഴക്കാലത്ത് പാടശേഖരത്തിലേക്ക് വെള്ളം ഒഴുകിയിരുന്ന കൽക്കഴ എന്ന പേരിൽ അറിയപ്പെടുന്ന നീർച്ചാൽ സ്വകാര്യ വ്യക്തി വലിയ രീതിയിൽ മണ്ണിട്ട് നികത്തിക്കൊണ്ടിരിക്കുകയാണ്. കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന നീർച്ചാൽ പഞ്ചായത്ത് ഭരണസമിതിയുടെയും പ്രസിഡന്റിന്റെയും മൗനാനുമതിയോടെയാണ് നികത്തുന്നതെന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷർഫു പന്നിത്തടം ആരോപിച്ചു. ഇത്തരത്തില് ഒരുപാട് നിലങ്ങള് നികത്തി അത് സ്വകാര്യ വ്യക്തികൾക്ക് അനുകൂലമായ സാഹചര്യങ്ങളാണ് ഇവിടുത്തെ കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് ഭരണാധികാരികളും ഉദ്യോഗസ്ഥന്മാരും ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതിന് ശക്തമായി പ്രതിഷേധിക്കുകയാണ്. ശക്തമായ പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് കടങ്ങോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ അറിയിക്കുകയാണ്. കോൺഗ്രസിന്റെ പരാതി പ്രകാരം വില്ലേജ് കൃഷി ഓഫീസർമാർ സ്ഥലം സന്ദർശിച്ചു. നികത്തലിനെതിരെ നടപടി സ്വീകരിക്കാമെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് ഇത്തരത്തിലുള്ള അനധികൃത പ്രവർത്തനങ്ങളും അഴിമതികളും കണ്ടില്ലെന്ന് നടിക്കുകയാണെങ്കിൽ ശക്തമായ പ്രതിഷേധ സമരങ്ങൾക്ക് യൂത്ത് കോൺഗ്രസ് നേതൃത്വം നൽകുമെന്ന് മണ്ഡലം വൈസ് പ്രസിഡന്റ് വിഷ്ണു ചിറമനേങ്ങാട് അറിയിച്ചു. കടങ്ങോട് പഞ്ചായത്ത് ഭരണസമിതിയുടെ കീഴിൽ ഇത്തരത്തിലുള്ളൊരു ഈ മണ്ണിട്ട് നികത്തുന്ന ഇത് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാർഡ് കൂടിയായിട്ടുള്ള ഈ ഒരു വാർഡിൽ നടക്കുമ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ഇതിനെതിരായിട്ട് കണ്ണടച്ച ഒരു സമീപനമാണ് കാണുന്നത്. ഇത്തരത്തിലാണ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മുന്നോട്ട് പോക്കെങ്കിൽ യൂത്ത് കോൺഗ്രസ് ഇതിനെതിരായിട്ട് ശക്തമായിട്ട് മുന്നോട്ട് പോകും എന്നുകൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. പൊന്നിയൂർക്കുളം ഗ്രാമപഞ്ചായത്തിലെ AEO നാക്കോല റോഡ് BMBC ടാറിംഗ് പ്രവൃത്തി ഏപ്രിൽ 30-നകം പൂർത്തീകരിക്കും. ചാവക്കാട് PWD റെസ്റ്റ് ഹൌസിൽ NK അക്ബർ MLA അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. AEO നാക്കോല റോഡിന്റെ നിർമ്മാണം ആരംഭിച്ചുവെങ്കിലും വാട്ടർ അതോറിറ്റിയുടെ ജലവിതരണ പൈപ്പുകൾ മാറ്റുന്നതിലും
KCBയുടെ കേബിൾ വലിക്കുന്നതുമായി ബന്ധപ്പെട്ട് തടസ്സങ്ങൾ നേരിട്ടിരുന്നു. ഈ സാഹചര്യത്തിലാണ് MLA ബന്ധപ്പെട്ടവരുടെ യോഗം വിളിച്ചു ചേർത്തത്. അടുത്ത ദിവസം തന്നെ റോഡ് റോളർ ഉപയോഗിച്ച് ജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമാക്കുന്നതിനും ഈ മാസം 30-നകം ജലവിതരണ പൈപ്പുകൾ മാറ്റിസ്ഥാപിക്കുന്നതിന് വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് MLA കർശന നിർദ്ദേശം നൽകി. KCBയുടെ ഡെപ്പോസിറ്റ് തുക ഉപയോഗിച്ച് റിസ്റ്റോറേഷൻ നടപടികൾ പൂർത്തീകരിക്കാനും യോഗത്തിൽ തീരുമാനമായി. ഏപ്രിൽ 30-നകം റോഡ് BMBC പ്രവൃത്തി പൂർത്തീകരിക്കുമെന്ന് റോഡ് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ യോഗത്തെ അറിയിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ, പൊതുമരാമത്ത് വകുപ്പ് റോഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഹരീഷ്, കേരള വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ P. രേഖ, പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആന്റണി, വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ TS മിനി, KCB അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശ്രീമതി, പുന്നീർകുളം പഞ്ചായത്ത് സെക്രട്ടറി ശ്രീലത, പൊതുമരാമത്ത് വാട്ടർ അതോറിറ്റി KCB എന്നിവയിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർമാർ, കരാറുകാർ, ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. കടവല്ലൂർ കൊള്ളഞ്ചേരി തോടിന്റെ അറ്റകുറ്റപ്പണി വീണ്ടും ആരംഭിച്ചു. കഴിഞ്ഞ വർഷം പാതിയിൽ നിർത്തിയ ജോലികളാണ് ഇപ്പോൾ നടത്തുന്നത്. തോടുകളുടെ ആഴം കൂട്ടുകയും ബണ്ടുവരമ്പ് ബലപ്പെടുത്തുകയും ചെയ്യുന്നതിന് 2 വർഷം മുമ്പ് 40 ലക്ഷം രൂപ അനുവദിച്ചിരുന്നുവെങ്കിലും പണികൾ പൂർത്തിയാക്കാനായിരുന്നില്ല. പഞ്ചായത്തിലെ മുഴുവൻ തോടുകളും ഇത്തരത്തിൽ നവീകരിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. തോടുകളുടെ ശോച്യാവസ്ഥ മൂലം കടവല്ലൂരിൽ നെൽകൃഷി നാശത്തിന്റെ വക്കിലായിരുന്നു. കാലങ്ങളായി അറ്റകുറ്റപ്പണി നടത്താത്തതിനാൽ തോടുകൾ മണ്ണ് നിറഞ്ഞ് ഒഴുക്കുനിലച്ച അവസ്ഥയിലാണ്. വരൾച്ചാ ഭീതി നിമിത്തം പല പാടശേഖരങ്ങളും കൃഷി നേരത്തെയാക്കി. വേനലിന്റെ തുടക്കത്തിൽ തന്നെ കൊയ്ത്തു തീർന്ന് പാടശേഖരങ്ങൾ ഉണങ്ങി വരളുന്നത് ജനവാസ മേഖലകളിലെ കുളങ്ങളിലെയും കിണറുകളിലും വെള്ളം വേഗത്തിൽ വറ്റാനിടയാക്കി. തോടുകളുടെ ജലസംഭരണ ശേഷി കൂട്ടുന്നത് കൃഷിക്കു മാത്രമല്ല ജനങ്ങളുടെ കുടിവെള്ള പ്രശ്നത്തിനും പരിഹാരമാകുമെന്നാണ് കർഷകരുടെ അഭിപ്രായം. കടവല്ലൂർ ഗ്രാമപഞ്ചായത്ത് തരിശുരഹിത പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായി സംഘാടക സമിതി രൂപീകരണ യോഗം നടത്തി. BFAC ചെയർമാൻ M. ബാലാജി യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് P.I. രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സഹകരണ ബാങ്ക് പ്രസിഡന്റ്, പഞ്ചായത്ത് മെമ്പർമാർ, CDS ചെയർപേഴ്സൺ, CDS മെമ്പർമാർ, പാടശേഖര സമിതി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. രക്ഷാധികാരികളായി AC മൊയ്തീൻ MLA, ജില്ലാ പഞ്ചായത്ത് അംഗം പത്മ വേണുഗോപാൽ, BFAC ചെയർമാൻ M. ബാലാജി, കൃഷി ഓഫീസർ എന്നിവരെയും ചെയർമാൻ P.I. രാജേന്ദ്രൻ, വൈസ് ചെയർമാൻ KB ജയൻ, സഹദേവൻ, കൺവീനർ MK മോഹനൻ, ജോയിന്റ് കൺവീനർ മുഹമ്മദ് മാനം കണ്ടത്ത്, സജിത് എന്നിവരെ ഉൾപ്പെടുത്തി കമ്മിറ്റി രൂപീകരിച്ചു. കുന്നംകുളം പോർക്കളങ്ങാട് വട്ടിരിങ്ങൽക്കാവ് ഭദ്രകാളി ക്ഷേത്രത്തിലെ ഉത്സവം ഞായറാഴ്ച വിവിധ പരിപാടികളോടുകൂടി ആഘോഷിക്കും. ഉത്സവം തത്സമയം CCTV പ്രേക്ഷകരിലേക്ക് എത്തിക്കും. ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി മാർച്ച് 8-ന് ഞായറാഴ്ച കൊടിയേറ്റവും 12-ന് ബുധനാഴ്ച കുന്നംകുളം പോലീസിന്റെ നേതൃത്വത്തിൽ ക്ഷേത്രഭാരവാഹികളും ഉത്സവാഘോഷ കമ്മിറ്റികളുടെയും സുരക്ഷാ ക്രമീകരണ യോഗവും നടന്നിരുന്നു. ശനിയാഴ്ച ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ എന്നിവ നടന്നു. തുടർന്ന് ക്ഷേത്രം ഭാരവാഹികൾ ഫണ്ട് സമാഹരണം നടത്തി നിർമ്മിച്ച നടപ്പുര സമർപ്പണവും നടക്കൽ പറവെപ്പുമുണ്ടായി. രാത്രി പുനർജനി ആഘോഷ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനന്തരം എന്ന നാടകം അരങ്ങേറും. ഉത്സവ ദിവസമായ ഞായറാഴ്ച വിശേഷാൽ പൂജകൾക്കുശേഷം രാവിലെ 9 മണി മുതൽ 11 മണി വരെ നടക്കൽപ്പറ, വൈകിട്ട് 3 മണിക്ക് ദേവസ്വം പൂരം എഴുന്നള്ളിപ്പും ഉണ്ടായിരിക്കും. മനുസ്വാമി മഠം വിനായകൻ തിടമ്പേറ്റും. തുടർന്ന് വിവിധ ദേശപൂരാഘോഷങ്ങൾ, വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ തിറ, ആനപ്പൂരം എന്നിവയുടെ എഴുന്നള്ളിപ്പും ഉണ്ടായിരിക്കും. കേരളത്തിലെ പേരുകേട്ട 14-ൽ പരം ഗജവീരന്മാർ ആനപ്പൂരത്തിൽ അണിനിരക്കും. രാത്രി യുവപ്രമാണി ഗുരുവായൂർ അനിരുദ്ധൻ നയിക്കുന്ന 51-ൽ പരം കലാകാരന്മാർ അണിനിരക്കുന്ന പാണ്ടിമേളവും ഉണ്ടായിരിക്കും. രാത്രി 12 മണിക്കു ശേഷം പള്ളിത്താലം വരവ് നടക്കും. തിങ്കളാഴ്ച പുലർച്ചെ പൂരം എഴുന്നള്ളിപ്പിനു ശേഷം രാവിലെ വടക്കുംവാതിൽക്കൽ ഗുരുതിക്കു ശേഷം നടയടക്കുന്നതോടെ ഈ വർഷത്തെ ഉത്സവത്തിന് സമാപനമാകും. ക്ഷേത്രം തന്ത്രി കീഴ്മണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരി, എടമനമനയ്ക്കൽ പരമേശ്വരൻ നമ്പൂതിരി, ക്ഷേത്രം പ്രസിഡന്റ് അനിൽ കണ്ടേങ്ങത്ത്, സെക്രട്ടറി ശ്രീജിൽ കണ്ടേങ്ങത്ത്, ട്രഷറർ രതീഷ് കാണിയത്ത് തുടങ്ങി മറ്റു ഭാരവാഹികളും ക്ഷേത്രം മാതൃസമിതി അംഗങ്ങളും പരിപാടികൾക്ക് നേതൃത്വം നൽകും. പൂരം തത്സമയം CCTV പ്രാദേശികം ചാനലിലൂടെ സംപ്രേഷണം ചെയ്യും. ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിൻ്റെയൊക്കെ ആയിട്ട് നടത്തിപ്പിന് വേണ്ടിയിട്ട് 21-ൽ പരം കമ്മിറ്റികൾ ഏറ്റെടുത്ത് ഉത്സവം അതിഗംഭീരമായി കൊണ്ടാടുന്നു. 35 വർഷത്തോളമായി ഉത്സവം ഇങ്ങനെ കേമായിട്ട് പുരോഗമനം വന്നുകൊണ്ടിരിക്കുകയാണ്. ആളില്ലാത്ത നേരത്തെ അതം വലിച്ചു പോകണ്ട എന്ന് വിചാരിച്ചിട്ട് നാട്ടിലെ ഒരു കൂട്ടായ്മ ആളുകൾ രംഗത്തിറങ്ങി ജാതി മത ഭേദമന്യേ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ കൂട്ടായ്മയോട് കൂടിയിട്ട് ക്ഷേത്രം ഏറ്റെടുത്ത് നടക്കുകയും ഇപ്പോൾ അതൊരു ഭരണാധികാരത്തോട് നിലനിന്ന് പോകുന്നതാണ്. 21-ൽ പരം മെമ്പേഴ്സിനെ വെച്ച് നിലനിന്ന് പോകും. യൂത്ത് കോൺഗ്രസ് കാട്ടകമ്പാൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാടിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ലഹരിക്കെതിരെ സമാധാനത്തിന്റെ കൈമുദ്ര പതിപ്പിക്കൽ പരിപാടി നടത്തി. യൂത്ത് കോൺഗ്രസ് കാട്ടകമ്പാൽ മണ്ഡലം പ്രസിഡന്റ് MS ശ്രാവൺ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ യൂത്ത് കോൺഗ്രസ് കുന്നംകുളം നിയോജക മണ്ഡലം പ്രസിഡന്റ് മഹേഷ് തീപ്പലശ്ശേരി ഉദ്ഘാടനം നിർവഹിച്ചു. കോൺഗ്രസ് കുന്നംകുളം മുൻ ബ്ലോക്ക് പ്രസിഡന്റ് K. ജയശങ്കർ, കാട്ടകമ്പാൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MM അലി, കാട്ടകമ്പാൽ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് MS മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു.
യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളായ നദീർ പെരുന്തിരുത്തി, ബാസിൽ പെരുന്തിരുത്തി, റിയാസ് മാമ്പുള്ളി, ആഷിഖ് കോട്ടോൽ തുടങ്ങിയവർ പങ്കെടുത്തു. ഞായറാഴ്ച നടക്കുന്ന കിക്ക് ഓഫ് മത്സരത്തിൽ കുട്ടികളിൽ കായിക താൽപര്യം വളർത്തുന്നതിന് തുടക്കം കുറിക്കുമെന്നും അതുവഴി വരും തലമുറയെ ലഹരിയിൽ നിന്നും പൂർണ്ണമായി മോചിപ്പിക്കാനാകുമെന്നും മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ അഭിപ്രായപ്പെട്ടു. കടവല്ലൂർ ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും കടവല്ലൂർ സർവീസ് സഹകരണ ബാങ്കും കുടുംബശ്രീയും ചേർന്നുകൊണ്ട് വാർഡുതല അഗ്രോ ക്ലിനിക്കിന്റെ പഞ്ചായത്തുതല ഉദ്ഘാടനം നിർവഹിച്ചു. കടവല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. LAKC ബ്ലോക്ക് പ്രസിഡന്റ് M ബാലാജി മുഖ്യാതിഥിയായിരുന്നു. കൃഷി ഓഫീസർ ഷെഫ്രീന ഷെറിൻ പദ്ധതി വിശദീകരിച്ചു. കർഷകശ്രീ ജേതാവ് മുഹമ്മദ് മാനം കണ്ടത്ത്, കടവല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് മോഹനൻ, വാർഡ് മെമ്പർമാരായ ജയൻ, ബിന്ദു ധർമ്മൻ, ഫസലുദ്ദീൻ, സൗദ, ഉഷ, ഗിരിജ തുടങ്ങിയവർ സംസാരിച്ചു. പാടശേഖര സമിതി അംഗങ്ങൾ തങ്ങളുടെ ആശയം പങ്കുവച്ചു. കൃഷി അസിസ്റ്റന്റ് റോണി ചീരൻ സ്വാഗതവും കുടുംബശ്രീ ചെയർപേഴ്സൺ ശ്രീജ വേലായുധൻ നന്ദിയും പറഞ്ഞു. കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് മണ്ടംപറമ്പ് ഗവൺമെന്റ് LP സ്കൂളിൽ നടപ്പാത ഉദ്ഘാടനം ചെയ്തു. ജനകീയാസൂത്രണ പദ്ധതിയിൽ 2 ലക്ഷം രൂപ വകയിരുത്തിയാണ് പദ്ധതി നടപ്പിലാക്കിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ നടപ്പാത ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ ബീന രമേശ് അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ രമണി രാജൻ, വാർഡ് മെമ്പർ രമ്യ ഷാജി, PTA പ്രസിഡന്റ് ജസീന യൂസഫ്, OSA പ്രസിഡന്റ് ഷീജ വേണുഗോപാൽ, പ്രധാനാധ്യാപിക PM സാജിദ, സ്റ്റാഫ് സെക്രട്ടറി സ്വാതി മനോഹർ, OSA അംഗം MK ജോഷി, SSG അംഗം PK ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. കാരണം നമുക്ക് ആ നടപ്പാത എന്ന് പറയുമ്പോൾ ഒരു നടപ്പാത നവീകരണം എന്നതിന് പ്രത്യേകതയും പ്രാധാന്യവും വർദ്ധിക്കുന്നത് ആ നടപ്പാത മുന്നേ എങ്ങനെയായിരുന്നു എന്നതിനെ കൂടി അപേക്ഷിച്ചാണ്. കാരണം ഇവിടെ നമുക്ക് കയറാൻ തന്നെ ബുദ്ധിമുട്ടായി, വളരെ ബുദ്ധിമുട്ടായിട്ടാണ് ഇതിലൂടെ കഴിഞ്ഞിരുന്നത്. പലപ്പോഴും ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ പേരൻസിൻ്റെയും നമുക്കറിയാം ഇവിടുത്തെ മുന്നത്തെ നമ്മുടെ PTA ഷിജു അടക്കമുള്ള പലരുടെയും നിരന്തരമായ ഒരു അഭ്യർത്ഥനയായിരുന്നു. വലിയ കൃത്യമായി നടന്നു പോകാൻ കുട്ടികൾക്ക് സാധിക്കുന്നില്ല, 2 സൈഡിലും വലിയ താഴ്ചയാണ്, വലിയ ബുദ്ധിമുട്ടാണ് എന്നുള്ള രീതിയിലൊക്കെ നടപ്പാത വലിയൊരു ആവശ്യമായി വന്നു. നമുക്കറിയാം നമ്മുടെ പഞ്ചായത്ത് നമ്മുടെ ഘടക സ്ഥാപനങ്ങളായ 2 LP സ്കൂളുകളാണ് നമുക്ക് സ്കൂൾ ഭാഗമായി ഉള്ളത്, പറമ്പൂർ സ്കൂളും മണ്ടപ്പറമ്പ് സ്കൂളും. പോർക്കുളം പഞ്ചായത്തിൽ പാലിയേറ്റീവ് ദിനാചരണവും കുടുംബസംഗമവും നടത്തി. പഞ്ചായത്തും കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി അരികെ എന്ന പേരിൽ കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തിയ സംഗമം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് NC വില്യംസ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ പത്മം വേണുഗോപാൽ മുഖ്യാതിഥിയായി. മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് PV ശോഭന പദ്ധതി വിശദീകരണം നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിഷ ശശി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ സിന്ധു ബാലൻ, ശാരിക സുനിൽ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, ഹെൽത്ത് ഇൻസ്പെക്ടർ KR പ്രേംരാജ് എന്നിവർ സംസാരിച്ചു. വാർഡ് മെമ്പർമാർ, ആശാപ്രവർത്തകർ, പാലിയേറ്റീവ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. പാലിയേറ്റീവ് രോഗികൾക്കുള്ള കിറ്റ് വിതരണവും പാലിയേറ്റീവ് നഴ്സ് അജിതയെ ആദരിക്കലും ജില്ലാ പഞ്ചായത്ത് അംഗം പത്മം വേണുഗോപാൽ നിർവഹിച്ചു. തുടർന്ന് കലാപരിപാടികളും ഉണ്ടായിരുന്നു. പ്രകൃതി സംരക്ഷണ സംഘത്തിന്റെ നേതൃത്വത്തിൽ പറവകൾക്ക് സ്നേഹതണ്ണീർക്കുടം പദ്ധതിയുടെ ഭാഗമായി പഴഞ്ഞി മാർ ബസേലിയോസ് സ്കൂൾ അങ്കണത്തിൽ സ്ഥാപിച്ച സ്നേഹതണ്ണീർക്കുടത്തിന്റെ ഉദ്ഘാടനം പ്രധാനാധ്യാപകൻ J. ജോർജ് നിർവഹിച്ചു. പ്രകൃതി സംരക്ഷണ സംഘം സംസ്ഥാന സെക്രട്ടറി ഷാജി തോമസ് N, പ്രകൃതി സംരക്ഷണ സംഘം ജില്ലാ കോർഡിനേറ്റർ സജി മാത്യു എന്നിവർ പദ്ധതി വിശദീകരണം നടത്തി. സ്നേഹതണ്ണീർക്കുടം ബ്രോഷർ പ്രധാനാധ്യാപകന് കൈമാറി. അധ്യാപകരായ ഫെമി വർഗീസ്, റഹ്മത്ത് VA, ജിൻസി P. ജോസ്, നിസ വർഗീസ്, നിവേദിക KC തുടങ്ങിയവർ സംസാരിച്ചു. പെരുമ്പിലാവ് അൻസാർ ട്രെയിനിംഗ് കോളേജ് NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പീപ്പിൾസ് ഫൗണ്ടേഷനുമായി ചേർന്ന് വയനാട് ദുരന്തബാധിത മേഖലയിലെ പുനരധിവാസ പദ്ധതിയിലേക്കുള്ള 2ാം ഘട്ട ധനസഹായം കൈമാറി. NSS പ്രോഗ്രാം ഓഫീസർ MS സൗമ്യ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ NSS സ്റ്റുഡൻസ് കോർഡിനേറ്റർമാർ തുക കൈമാറി. പീപ്പിൾസ് ഫൗണ്ടേഷൻ പ്രൊജക്ട് ഡയറക്ടർ ഇസ്മായിൽ T മുഖ്യപ്രഭാഷണം നടത്തി. അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഷംസു ഫിർസാദ്, യൂണിയൻ ചെയർപേഴ്സൺ ഹിബ P തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 8,220 രൂപ, പവന് 65,760 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 110 രൂപ. ചരമം കുന്നംകുളം ചെറുവത്താനി ആക്കലക്കുന്ന് തെക്കേപ്പുറത്ത് വീട്ടിൽ ദേവയാനി നിര്യാതയായി. 69 വയസ്സായിരുന്നു. പരേതനായ വാദ്യകലാകാരൻ TK കുഞ്ഞുമോൻ ഭർത്താവാണ്. അരുൺ മകനാണ്. സംസ്കാരം ശനിയാഴ്ച 2 മണിക്ക് കുന്നംകുളം വാതക ശ്മശാനത്തിൽ നടക്കും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.